ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലായാലും ഇങ്ങനെ സ്നേഹിക്കുന്നൊരു പുരുഷൻ കൂടെ ഉണ്ടാവുന്നത് നല്ലൊരു കാര്യ. അവളുടെ മുറിവുണക്കാൻ വരുണിന്റെ സ്നേഹം കൊണ്ട് സാധിക്കും. ദുർഗ രാധികയെ പോലെ ആയിരിക്കോ? നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? എന്തായാലും നോക്കാം. അവന്മാരവിടെ തന്നെ കാണുമായിരിക്കും. ജേഡിയാ. ഹലോ ജേഡി. അഖിൽ, എവിടെയുണ്ട് നിങ്ങള്? ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട് ജേഡി. എങ്ങോട്ടെങ്കിലും വരേണ്ടതുണ്ടോ? നോ. ഫോണിന്ന് സ്പീക്കറിലിട്. ഓക്കെ. ശ്യാമ മാഡത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് സസ്പെക്ട് കണിമംഗലം ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരന്റെ രഹസ്യ വഴികൾ നമുക്കറിയണമെങ്കിൽ അതിനുള്ള മാർഗം അയാളുടെ മകനാണ് ഗൗതം. ഗോകുൽ, അഖിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഡ്യൂട്ടി. ഗൗതമിനെ കണ്ടെത്തണം. കൃത്യമായിട്ട് നമ്മുടെ താവളത്തിലേക്ക് എത്തിച്ചിരിക്കണം. ഓക്കെ ജെഡി. എത്രയും പെട്ടെന്ന് പറ്റുന്നു അത്രയും പെട്ടെന്ന്. ആൻഡ് അക്ഷര? യെസ് ജെഡി. അക്ഷര, പോലീസ് സ്റ്റേഷനിൽ പോണം. ശ്യാമ മാഡത്തെ കാണാതായ ദിവസം അവരെ കളക്ട് ചെയ്തിരിക്കുന്ന CCTV ഫുട്ടേജസ് നമുക്ക് വേണം. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ജെഡി. ഗൗതമിനെ കൈ കിട്ടിയാ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുട്ടേട്ടാ, കുട്ടേട്ടനായിരിക്കണം എല്ലാത്തിന്റെയും മേൽനോട്ടം. ഓക്കെ മോളെ. എങ്കിൽ ഒട്ടും സമയം കളയണ്ട. മൂവ്. ഓക്കെ ജെഡി. ഇത്ര പെട്ടെന്നൊരു വഴി തുറന്നു കിട്ടുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഞാനും. ആ കുറ്റവാളികൾ കാണിക്കുന്ന ചെറിയ മണ്ടത്തരങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ നമ്മുടെ വഴി വെട്ടുന്നത്, അല്ലേ? യെസ്. ഓരോ ക്രൈമിലും ദൈവത്തിന്റെ കയ്യൊപ്പുള്ളൊരു തെളിവുണ്ടാകുമെന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാ. നമുക്ക് വേണ്ടി ഒരു തെളിവ് ദൈവം ബാക്കി വെച്ചിട്ടുണ്ടോ? രാധികേ, എന്താ എഴുന്നേറ്റ്? എണീക്കേ. ഞാൻ എവിടേക്കല്ല വരുൺ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. തന്നോട് ഞാനല്ലേ പറയുന്നത്? എഴുന്നേക്ക്. വാ വാ. ഇവിടെ ഇരിക്കും. എനിക്ക് വേണ്ട വരുൺ. അതൊന്നും പറ്റില്ല. എത്ര നേരം എന്ന് വെച്ചാ പട്ടിണി കിടക്കുന്നത്? എനിക്ക് വേണ്ടെന്നിട്ടല്ലേ. എന്നെ വെറുതെ നിർബന്ധിക്കല്ലേ. ഞാനാണ് തീരുമാനമെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യും. വരുൺ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അവസ്ഥ വരുൺ അറിഞ്ഞൂടെ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, എനിക്ക് തന്നെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. താനൊന്ന് മനസ്സിലാക്ക. കുറച്ചെങ്കിലും കുടിക്കും. ഏയ്, താനിത് കുടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പട്ടിണി കിടക്കും. ഞാൻ കുടിച്ചോളാം. കൊണ്ട് പറ്റില്ല വരും. രാധിക,
എടോ കരയാനുള്ള ജീവനെങ്കിലും ബാക്കിയെടുക്കണ്ടേ, അല്ലാതെ എങ്ങനെയാ? തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണമെന്ന് തീരുമാനിച്ചോനാ ഞാൻ. പക്ഷെ ഒന്നിനും മാർഗമില്ലാത്ത അവസ്ഥ ഇപ്പം എൻ്റേത്. തനിക്ക് സംഭവിച്ച നഷ്ടം ഒരിക്കലും എന്നെക്കൊണ്ട് നികത്താൻ പറ്റില്ലല്ലോ. കുടിക്കടോ. വരുൺ അവളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലേ? പിന്നെ അല്ലാതെ. ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലായാലും ഇങ്ങനെ സ്നേഹിക്കുന്നൊരു പുരുഷൻ കൂടെ ഉണ്ടാവുന്നത് നല്ലൊരു കാര്യം. അവളുടെ മുറിവുണക്കാൻ വരുണിന്റെ സ്നേഹം കൊണ്ട് സാധിക്കും. ദുർഗ രാധികയെ പോലെ ആയിരിക്കുമോ? കിരൺ വരുണിനെ പോലെ ആയിരിക്കും. മോളെ, ആ എന്താ രണ്ടുപേരും പുറത്തു വന്ന് നിൽക്കുന്നേ? അമ്മേ, ഞങ്ങൾക്കേ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒന്ന് പുറത്തു പോണം. അയ്യോ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ? ഇതിനിടയ്ക്ക് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ സൂക്ഷിക്കണം കേട്ടോ. എന്താ മോളെ? ഒന്നുമില്ല. ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോ ഇങ്ങനെയുള്ള കരുതലുകളൊക്കെ പറയാൻ എനിക്ക് ആരുമില്ലല്ലോ അമ്മ. അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഞാൻ. അതിനെന്താ, കുട്ടിക്കാലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വന്തം അമ്മയായിട്ട് തന്നെ എന്നെ കണ്ടോളാൻ. അതിപ്പോഴും അങ്ങനെ തന്നെയാ അമ്മേ. മോളെ. പോയിട്ട് പെട്ടെന്ന് വരണം. ശരി.